everyone, welcome to Kunju's World. ഇന്നതാ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ 12ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. നോക്കാൻ പോലും പറ്റുന്നില്ല വെയിലടിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ വിചാരിച്ച ഒരു ഡേ ഔട്ടിന് പോകാമെന്ന്. എവിടെ വെച്ചാൽ പോകുന്നത്? ഡ്രം ഹെല്ലർ. നമ്മളൊരു 2 മാസത്തോളമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ ആക്ച്വലി പറയുന്നതാണ് കേട്ടോ ഡ്രം ഹെല്ലർ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഡ്രം ഹെല്ലർ പോകാമെന്ന് വിചാരിച്ചു. വെഡിങ് ആനിവേഴ്സറി ഡ്രം ഹെല്ലറിൽ പോയി ഡൈനോസറിനെയൊക്കെ കണ്ട് ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ആക്ച്വലി മക്കളുടെ ഹാപ്പിനെസ്സും കൂടെ നോക്കിയിട്ട് മക്കൾക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഡ്രം ഹെല്ലറിലേക്ക് പോവാം. ഇപ്പം തന്നെ നല്ല ലേറ്റായി. 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 9 മണിയായി. പതിവ് പോലെ ഞങ്ങൾ വീണ്ടും ലേറ്റ് ആയിരിക്കുന്നു. ലേറ്റ് ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ദേ കുഞ്ഞിപ്പെണ്ണും ഒക്കെ റെഡിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണെ വാ, ഓടി വന്നൊരു ഹായ് പറ. മൊസ്കിറ്റോ കടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന മൊസ്കിറ്റോ കടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് വേഗം കാണിച്ചു വെച്ചാൽ ഞാൻ ദാ ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് കേട്ടോ. റോയിച്ചും ചൂസ് ചെയ്ത് തന്നതാണ്. ഇത് ആക്ച്വലി 3-4 വർഷം പഴക്കമുള്ള ഒരു ഉടുപ്പാണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് ഇടുന്നത്. വാട്ടർ ടൺ പോയപ്പോൾ കേട്ടു. പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പെയർ ചെയ്തൊക്കെ ഇടുന്നത് ഒരു സാധനം. എനിവേസ് ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇനി മുതൽ അങ്ങോട്ട് പെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം ഗൈസ്. ഒത്തിരി വർത്താനം പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല. റോയിച്ചിന്റെ കോസ്റ്റ്യൂം അതെ. ഇന്ന് വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ ഓൾറെഡി പറയേണ്ടത്. വെഡിങ് ആനിവേഴ്സറി ആണ്, വഴക്കുണ്ടാക്കരുത്. അതുകൊണ്ട് വൈറ്റ് ഷർട്ട് ഇട്ടേക്കുവാണ് പുള്ളി. വഴക്ക് പറയരുതെന്ന്. എന്നെ ഇന്ന് ഒരു കാരണവശാലും ഞാൻ ലേറ്റ് ആയാലും എന്ത് ചെയ്താലും വഴക്ക് പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ താക്കീത് കൊടുത്തോണ്ട് പുള്ളി സമാധാനത്തിന്റെ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ പുള്ളി ഓർക്കണം, എന്നെ വഴക്ക് പറയാൻ പാടില്ല, സമാധാനം എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഷർട്ട് കൊടുത്തേക്കും. ഞാനും ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഉടുപ്പാണ് കേട്ടോ ഇട്ടിരിക്കണേ. അപ്പോൾ എന്തായാലും പരസ്പരം ഞങ്ങൾ ഇന്ന് വഴക്ക് പറയാതെ അല്ലേ ചായ ഉടുപ്പായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കും. അതെ, എനിക്ക് ആക്ച്വലി ഇത് ഇച്ചിരി ഇറക്കം കുറവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാതിരിക്കുമായിരുന്നു. പക്ഷെ റോയിച്ചൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുഞ്ഞു, ധൈര്യമായിട്ട് ഇട്ടോളാൻ പറഞ്ഞ് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. ഞാൻ അതുകൊണ്ട് 11 മണിയായി. നമ്മളിതാ പോകുന്ന വഴിയിൽ ചെറിയൊരു വിശപ്പ് ഫീൽ ചെയ്തുകൊണ്ട് ഇനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ വേറെ കടയൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് A&W കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. നമ്മൾ മേടിച്ചത് 2 ഓൾ കനേഡിയൻ സ്പെഷ്യലാണ് കേട്ടോ. അതിനകത്ത് ബ്രെഡ് ടോസ്റ്റും ഹാമല്ല ഇത് ഹോട്ട് ഡോഗും ബേക്കണും എഗ്ഗും വരുന്നുണ്ട്, ഹാഷ് ബ്രൗണും വരുന്നുണ്ട്. അത് നമ്മൾ 2 എണ്ണം മേടിച്ചു. ഒരെണ്ണം പിള്ളേർക്ക് ഷെയർ ചെയ്തു, ഒരെണ്ണം നമ്മളും ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രം ഹെല്ലറിലേക്ക് പോവുകയാണ് ഗൈസ്. പിള്ളേർക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. 30 ഡിഗ്രിയിൽ കൂടുതലാണ് കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ ചൂടെന്ന് പറയുന്നത്. അത് അമ്മയുടെയും പപ്പയുടെ. അങ്ങനെ നമ്മളിതാ റോയൽ ചൈൽഡ് മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. കമോൺ ഗൈസ്, എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡൈനോസേഴ്സിൻ്റെ അതിലേക്ക് തുടങ്ങുവാണ്. ബേബീസിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാച്യൂസ്. നല്ല രസമായിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് തൊട്ട് നോക്കട്ടെ എങ്ങനെയാണ് ഇതൊക്കെ ഫീൽ ചെയ്യണേന്ന്. അയ്യോ, ഭയങ്കര റഫ് ആൻഡ് ടഫാണ് കേട്ടോ ആള്. നോ, ഇതൊന്നും റിയൽ അല്ല. അകത്താ മോനെ റിയൽ ആയിട്ടുള്ളത് വെച്ചേക്കണേ. ബാടാ, ഇത് വീഡിയോ ആണോ? എന്നാൽ ഫോട്ടോ പോലെ വീഡിയോ. ഇതൊക്കെ നമ്മളിതാ പോകാൻ പോകുന്നത് റോയൽ ടൈറൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ഡൈനോസറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണുള്ളത്. ആൽബർട്ടയിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു 1 ഓഫ് ദ മോസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഡൈനോസർ ഫോസിൽ കളക്ഷൻ ഉള്ളതും ഇവിടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഡ്രം ഹെല്ലർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഡൈനോസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് കേട്ടോ. കാണിച്ചു തരട്ടെ? ഓ അടിപൊളിയല്ലേ. ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. അതേ ഒരു അടിപൊളി ഒരു ഫോറസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ഡൈനോസേഴ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ കിളികളുടെ ഒച്ച, മറ്റു ചിർപ്പ് അല്ലേ, എല്ലാം നല്ല രസമായിട്ടുണ്ട്. കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ഫോറസ്റ്റ് മാത്രമാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒറിജിനൽസ് തുടങ്ങായി. എല്ലാം കൂടി കാണിക്കാൻ നിന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് അത്രമേൽ നല്ലതെന്ന് തോന്നുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അങ്ങനെ ചിമ്പാൻസിയുടെ രൂപത്തിൽ നിന്ന് വന്നതാ ഇങ്ങനെ മാറി നമ്മുടെ മനുഷ്യൻ്റെ സ്കള്ള് വരെ ഹ്യൂമൻ എവല്യൂഷനാണ് കേട്ടോ ഇത്. ടീറെക്സിൻ്റെ
ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ്. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, ഒറിജിനൽ വൺ. എങ്ങനെയായിരുന്നു എന്ന് ഇങ്ങനെ കേട്ടോ, എന്ത് ഹാർഡാണല്ലേ ഇത്. ഇതൊക്കെ കാണണ്ട, ഇതൊക്കെ മഹാത്ഭുതങ്ങളിൽ ഒന്നെന്ന് ഞാൻ പറയും. എനിക്കിതൊക്കെ അത്ഭുതം. പപ്പ ദാ ബ്ലാക്ക് ബ്യൂട്ടിയുടെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. റോയ്സിനും പിള്ളേരും കൂടെ ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിന്ന് എൻജോയ് ചെയ്യുകയാണ് ഗൈസ്, എൻജോയ് ചെയ്യുവാണ്. ഇത് നമ്മുടെ ടീറക്സിൻ്റെ ബോണാണ് കേട്ടോ. ഇതിനെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് അറിയപ്പെടുന്നത്, കാരണം ഇത് ബ്ലാക്ക് ബോണിലാണ് നിർമ്മിച്ചിരിക്കണല്ല, ഇത് ബ്ലാക്ക് ബോണാണ് ഇതിൻ്റെ, അതുകൊണ്ട് ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇത് ആൽബർട്ടയിൽ ഫൈൻഡ് ചെയ്ത ഫോസിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ പ്രിപ്പറേഷൻ ലാബ് എന്ന് പറയുന്നത്. ഓ മൈ ഗുഡ്നസ്, ഇതൊക്കെ റിയൽ ഡൈനോസോഴ്സിൻ്റെ ഫോസിൽസ് ആണ് കേട്ടോ. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് ആണ് കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇത് ഡൈനോസറിൻ്റെ എഗ്ഗിനകത്തുള്ള ബേബിയാണേ. ഇനി ഓടിച്ചിട്ട് മൊത്തത്തിലൊന്ന് കണ്ടാലോ. ഇതിനകത്ത് കുറേയൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. പിന്നെ ചിലതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയതൊക്കെ അവർ കാസ്റ്റ് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതാത് പ്ലേസിൽ തന്നെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട്. പക്ഷെ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണ് കാസ്റ്റ് എലമെന്റ്സ്, ഏതൊക്കെയാണ് ഒറിജിനൽ എന്നുള്ളത്. പിന്നെ നേരിൽ കാണുമ്പോഴാണെങ്കിലും കളർ ചേഞ്ച് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് കാസ്റ്റ് എലമെന്റ്സും ഒറിജിനൽ എലമെന്റ്സും ഏതൊക്കെയാണെന്നുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ പേടിയാവുന്നു, വാട്ടറിൻ്റെ അകത്ത് വീണു പോകുമോ എന്നുള്ള പേടി. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് വെള്ളത്തിന്റെ അടിയിലിരുന്ന സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കു പൊന്നു. ഇത് കടലിന്റെ അടിത്തട്ടാണ് കേട്ടോ. അടിത്തട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടിരുന്നേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ റിയൽ ഡൈനോസേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. റോയ്സിനും പിള്ളേരും ഓൾറെഡി ഇറങ്ങി. എൻജോയിങ് ദ റിയൽ വേൾഡ് ഓഫ് ഡൈനോസേഴ്സ്. ഇതൊന്നും എന്താണെന്ന് പറയാനോ വായിക്കാനോ സമയമില്ലാത്തതുകൊണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ടല്ല, വായിക്കാത്തതുകൊണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഏതാണ്ടിൻ്റെയൊക്കെ ബ്ലാക്ക് ബോൺസ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഇത് ഡൈനോസറിൻ്റെ ഒരു കാലാണ്. ഇത് 11 അടിയാണ് കേട്ടോ ഈ ഫീറ്റ് എന്ന് പറയുന്നത്. ഐറൂട്ടി അതിനകത്താകെ 3.5 ഫീറ്റ്. 3.5 ഫീറ്റാണ് ഐറൂട്ടി ഉള്ളത്. റോങ്കുട്ടനാണെങ്കിൽ 4.25 ഫീറ്റും. അടിപൊളി. 5.5 ആണ് കേട്ടോ റോയ്സിന് ഇതിൻ്റെ. ടച്ച് സ്പെസിമെൻ ടച്ച് ചെയ്യാട്ടോ. സോ സ്മൂത്ത് ആൻഡ് ഇങ്ങനെ സ്ലൈം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഗൈസ്. ഇതിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, വേറെ തന്നെ ഒരു വേൾഡിലേക്ക് കയറുന്ന ഫീലാണ് കേട്ടോ. ഇത് എന്തിൻ്റെയൊക്കെ സാധനങ്ങളാണെന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം. വേമ് പോലെ ഇരിക്കുന്ന ഡൈനോസറാണിത്. ഇത് ലോങ് നെക്ഡ് ഡൈനോസറാണ്. പേരെനിക്ക് അറിയാൻ പാടില്ല. ലോങ് നെക്ഡ് ഡൈനോസർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഷോർട്ട് നെക്ക് പ്ലീസിയോസോർ, ആ സാധനമാണ് കേട്ടത്. പ്ലീസിയോസോർ എന്നൊക്കെയാണോ പറയണത്, ആർക്കറിയാം. ഇത് ഷോർട്ട് നെക്കാണ് അതിൻ്റെ. ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അതിന്റെ ചില എലമെന്റ്സ് മാത്രം പൊട്ടിപ്പോയത് അവര് കാസ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹിപ്സ് ആണ് കേട്ടോ. ഹിപ്സ് ഓഫ് എ ജയന്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ടീറക്സിന്റെ ഒറിജിനൽ ഹിപ്പാണ് കേട്ടോ ഇത്. എന്താ പൊന്നു, എന്ത് വലുതാണെന്നറിയാവോ ഗൈസ്. നമ്മളിതാ റോയൽ ചൈറൽ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു സ്റ്റെയേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയേഴ്സ് മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറി മേളിലെത്തി. അയ്യോ അണയ്ക്കണ. മേളിലുള്ളത് ബാഡ് ലാൻഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ബാഡ് ലാൻഡ്സ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ പണ്ട് ഇവിടെയൊക്കെ കടലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അഗോ ഇതൊക്കെ വലിയ കടലായിരുന്നു അത്രേ. ഈ കടലെല്ലാം വറ്റി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. ഇതൊക്കെ ക്ലേ ആണ് കേട്ടോ, കളിമണ്ണാണ് ശരിക്കും. കടലിൻ്റെ അടിത്തട്ടിലുള്ള മണ്ണില്ലേ, അത് തന്നെയാണിത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഇരിക്കുന്നത്. അതെങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ അതങ്ങനെ അല്ലെങ്കിൽ ഒന്നും പറയരുത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. വ്യൂ എടുക്കാനായിരുന്നല്ലേ എന്നോട് പറഞ്ഞത്, പക്ഷെ ഞാൻ ആ സാധനമാണ് എടുത്തത്. എന്നെ കൊണ്ട് ഇത്ര പറ്റൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ലിറ്റിൽ ചർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര
ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ നമ്മൾ വന്നേക്കണേ. കാരണം നമ്മളിപ്പോൾ ഫോട്ടോയിലൊക്കെ വീഡിയോയിൽ മറ്റേ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഗൂഗിളിലുള്ള ഫോട്ടോയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ബിഗ്ഗാന്ന് ഫീൽ ചെയ്തായിരുന്നേ. പക്ഷേ ഇതാ ഇത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ചെറിയ ചർച്ച് ഗൈസ്. വാ, ഇത് ആക്ച്വലി 1958 ബിൽഡ് ചെയ്തതാണേ. ഇതിൽ 6 to 8 പീപ്പിളിനാണ് അറ്റ് എ ടൈം കയറാനോ അതിനകത്ത് ഇരിക്കാനോ ഒക്കെ ഉള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ. ഈ ചർച്ച് 1958 ബിൽഡ് ചെയ്തതാണ്. പിന്നെ റീസെൻ്റ്ലി ആൾക്കാരിങ്ങനെ വന്ന് അതെല്ലാം പൊട്ടിച്ചൊക്കെ കളഞ്ഞപ്പം 2004 2002 റീബിൽഡ് ചെയ്തതാണ് കേട്ടോ. അത് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് റിപ്പയർ ഒക്കെ ചെയ്ത്. എനിവേസ് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഓടേ കയറുക. ഓ സെറ്റ് കേട്ടോ. ചെറിയ ചെയർസാണ് കേട്ടോ. 6 ചെയർസാണുള്ളത്. 6 പീപ്പിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ബൈബിൾ വെക്കാനൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ ആയിട്ട്. So small. ബാ. അങ്ങനെ നമ്മളിതാ ലാർജസ്റ്റ് ഡൈനോസറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഡൈനോസറിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. വാല് വഴി തലയിലേക്ക്. നമ്മൾ നമ്മുടെ ഡൈനോസറിൻ്റെ വായിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. കാലിൻ്റെ അവിടെ നിന്ന് റോണും വയറും റോയ്സിനും ഒക്കെ കയറി. ഒപ്പം ഞാനും പടികൾ ചവിട്ടി ചവിട്ടി കയറുകയാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ച് ഈ ചെറിയ ഡൈനോസറിനെയാണോ വേൾഡ്സ് ലാർജസ്റ്റ് ഡൈനോസർ എന്ന് പറയുന്നതെന്ന്. പക്ഷെ സ്റ്റെപ്പ് കയറിയപ്പോൾ മനസ്സിലായി ഗൈസ്, ശരിക്കും ഇത് ലാർജസ്റ്റ് ഡൈനോസറാണ്. കാരണം കയറിയിട്ടും അങ്ങ് എത്തുന്നില്ല. നന്നായി മടുത്തു. ഫൈനലി ലാസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റെയർസ് കയറിയാണ് ഗൈസ്. ഓ അഗ്രതാ ഡൈനോസറിന്റെ മൗത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ് ഗൈസ്. ഡൈനോസർ ഞങ്ങൾ തിന്നുന്നതൊക്കെ അതിന്റെ ടീത്ത് കണ്ടോ? ഓ അവിടെ ടീത്ത് ഡൈനോസറിന്റെ മൗത്തിനകത്ത് നിൽക്കുന്നതിനുള്ള ഫീലൊന്നുമില്ല. ചുമ്മാ ഒരു പാലത്തിൽ നിൽക്കുന്ന പോലെ തന്നെ ഫീലുള്ളൂ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ മൗത്തിനകത്ത് എന്നൊരു ഫീല്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഡൈനോസറിന്റെ മൗത്തിനകത്ത് ആഘോഷിക്കുകയാണ് ഗൈസ്. ടീറെക്സിന്റെ മൗത്തിനകത്താണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഡൈനോസറിന്റെ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നല്ല രസമാണ് കേട്ടോ കാണാൻ. ഹൗ ഇസ് യുവർ ഡൈനോസർ എക്സ്പീരിയൻസ്, റോണോ? Good? Did you like this mouth? Yeah, but I didn't like the museum that much. No, yeah, you get bored, eh? Iru, did you like here? Yes. Did you like the mouth? Yes. If the dinosaur gets the life now, he's gonna eat us. What are you gonna do? You'll just go You will jump out? down the tail. Right, Iru? I can land. You can land? How? I'm gonna jump out. Trampoline. As soon as he gets the life, he's gonna close the mouth. Before he closes the mouth, I'm gonna jump out. Or you could. I don't know what will happen to me after, but Drink the water. But it's good. But it's great if we have a trampoline and a soft, like abracadabra get the life. അങ്ങനെയല്ല, ഡൈനോസർ ഇപ്പൊ ലൈഫ് വെക്കുവാണെങ്കിൽ ഞാൻ ജമ്പ് ഔട്ട് ചെയ്യും. അപ്പൊ ഡൈനോസർ എന്നെ തിന്നാൻ വേണ്ടി വാ തുറക്കും. അപ്പൊ നിങ്ങൾക്കും ഇറങ്ങിപ്പോരാ. അതെങ്ങനെ ഉണ്ടാവും? അത് കഴിഞ്ഞിട്ട് എന്നെ എടുക്കൂല, ഞാൻ അപ്പത്തേക്ക് ഓടൂല്ലോ. നിങ്ങൾ ഇറങ്ങിയിട്ട് ഓടണം എന്റെ പുറകെ. ആ കഥ എങ്ങനെ ഉണ്ടാവും? എഴുതി വെച്ചോ, മറക്കണ്ട. നമുക്ക് ഏതെങ്കിലും വേൾഡ്സ് ലാർജസ്റ്റ് ഡൈനോസറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നേരെ വന്നത് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. നമുക്ക് പോയി സസ്പെൻഷൻ ബ്രിഡ്ജ് എൻജോയ് ചെയ്തിട്ട് വരാം. നല്ല തൂക്കുപാലാണ് കേട്ടോ, നല്ല തൂക്കുപാലാണ്. സ്റ്റാർ മൈൻ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. എന്തുകൊണ്ടാണോ എന്തോ 1912 മുതലുള്ളതാട്ടോ ഇത്. അതാ നമ്മൾ പോവുകയാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് നടക്കാൻ. വലിയ ഷേക്കിംഗ് ഒന്നുമില്ല കേട്ടോ, അങ്ങനെ പേടിയാവുമൊന്നുമില്ല. ചെറിയ ഷേക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്.
അയ്യോ ദേ പുഴയുടെ മേളിൽ കൂടെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. പുഴയാണോ? കൊക്കയുടെ മേളിൽ കൂടെ നടന്നപ്പോൾ ഇത്രയും പേടി തോന്നിയില്ല. പക്ഷെ ഇതിനെന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ വാട്ടറിൻ്റെ മേളിൽ കൂടെ എനിക്ക് ഇച്ചിരി പേടിയാണ്. വാട്ടർ പേടിയുള്ള ആളാണേ, അതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല സ്ഥലം. അയ്യോ ചെറിയ ചെറിയ ആട്ടമൊക്കെ വരുന്നുണ്ട്, ബൗൺസിങ് ഒക്കെ പോലെ. പക്ഷെ കുഴപ്പമില്ല, അടിപൊളി വ്യൂ. നോക്ക് ഗൈസ്. ഓ മൈ ഗോഷ്, വാവ്, സൂപ്പർ. ഓക്കെ, ആണോ? ഇത് അത്യാവശ്യം നീളമുള്ള പാലാണ് കേട്ടോ, അത്യാവശ്യം നീളമുണ്ട്. പിന്നെ ഇതിൽ കൂടെ ആണെന്ന് തോന്നുന്നു ഈ കോൾ മൈനിങ് ഒക്കെ പണ്ട് ചെയ്തത് എന്തോ. നമ്മൾ തിരിച്ചു ഗൈസ്, തിരിച്ചു. ഇവിടെ സസ്പെൻഷൻ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കുറേ ഏതാണ്ട് ട്രയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ വന്നു, അതിലേക്ക് ഒന്ന് നടന്നു. ഒരു സന്തോഷം കിട്ടി, ഒരു സമാധാനം കിട്ടി. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. സോറി, ഹൂഡോസ് കാണാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായ ഹൂഡോസിൽ എത്തിയിരിക്കുകയാണ്. ദോ പുറകിൽ കാണുന്ന സാധനമാണ് ഗൈസ് ഈ പറയുന്ന ഹൂഡോസ്. നമ്മുടെ ചെതലുംപുറ്റ് ഇരിക്കണ പോലെയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെതലുംപുറ്റ്. നമ്മൾ നടന്ന് ആ ട്രയലിലൊക്കെ നടന്ന് അവിടെയൊക്കെ കയറിയാലാണ് ആ ഇരിക്കുന്ന സാധനത്തിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് മോശമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ചതലംപുറ്റ് മിസ്സാവുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മിസ്സിങ് ഫീൽ അങ്ങ് മാറിക്കിട്ടും. കുറേ ചതലംപുറ്റുകൾ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ചതലംപുറ്റ് പോലെ തന്നെ ഇരിക്കണം. ഞാൻ ചതലംപുറ്റ് ശരിക്കും കാണാത്തത് കൊണ്ടാണ്. ഡൈനോസർ ജീവിച്ചിരുന്ന സ്ഥലമാണിത്, അതിനുശേഷം ആയിരിക്കും. ശരിക്കും കഥ എന്താന്ന് അറിയാൻ പാടില്ല, വെറുതെ എന്റെ സ്വന്തം കഥയൊക്കെയാണ് ഞാൻ പറയണേ, നിങ്ങൾ എന്നെ തല്ലരുത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കുഞ്ഞൂസ്. കുഞ്ഞു വാസ് ഇറ്റ് എന്താന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇത് മണ്ണാണ് ഗൈസ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇത് ക്ലേ ചുരുട്ടി ചുരുട്ടി ഇട്ടേക്കണത് പോലെ ഇരിക്കണേ. ചെതലുംപുറ്റുകൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നത്. ഈ സാധനങ്ങളാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര മുഴുത്ത സാധനമാണ്, പക്ഷെ ഒന്നുമില്ല, കുഞ്ഞിക്കാട്ടി ഒരു സാധനമാണ് കേട്ടോ. ഇതാ നമ്മളെല്ലാവരും കൂടെ ഈ സ്റ്റെയേഴ്സ് വഴി മേളിൽ കയറി നിന്ന് ഒരു ഫോട്ടോ എടുക്കും. ഞാൻ വിചാരിച്ച അതിന്റെ പൊക്കത്തൊക്കെ ചവിട്ടി കയറി നിന്ന് ഫോട്ടോ എടുക്കണ്ട. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ അത് ഞാൻ വിചാരിച്ച അതിന് മേളിൽ ചവിട്ടി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന. പിന്നെ ഈ മണ്ണാണ് കേട്ടോ, ഇത് വെറുതെ കളിമണ്ണാണ്. ഇതൊക്കെ കയറി നിന്നാൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വിടും, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ഒക്കെ വെച്ചേക്കുന്നത്. ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കടൽ വറ്റി വരണ്ടപ്പം വന്നിരിക്കുന്ന മണ്ണ് അടിഞ്ഞു കൂടിയത് ഇങ്ങനെയാണെന്ന്. ഇതാരും ഷേപ്പ് ചെയ്താൽ ഇങ്ങനെ തന്നെ ഷേപ്പായിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. സത്യമാണോ എന്തോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നത്? പക്ഷേ സംഭവം കിഡു സാധനമാണ് കേട്ടോ. സംഭവം നല്ലതാണ്. ഒരു തവണയൊക്കെ വന്നതൊന്ന് കണ്ടിരിക്കേണ്ട നല്ല സംഭവമായിട്ട് ഫീൽ ചെയ്തു. രസമുണ്ട്. ഈ വന്നിരിക്കുന്ന റോക്കാണല്ലേ? ഓ ഇത് റോക്കാണ് കേട്ടോ. ഇത് റോക്കാ, പക്ഷെ ഇത് റോക്കല്ല, ഇത് മണ്ണാ. സി മണ്ണ് ഇതായി പോയതാ, സ്റ്റിഫായി പോയതാ ചാ വെയിൽ കൊണ്ടിട്ട്. ഡൈനോസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഡ്രംഹല്ലറിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴികളിലൊക്കെ റോഡ് സൈഡിൽ കൂടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡൈനോസറിൻ്റെ സ്റ്റാച്യൂസ്, കുഞ്ഞു കുഞ്ഞു ഡൈനോസറിൻ്റെ പെയിൻറ്റ് ചെയ്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ കൂടെ. എന്തായാലും ഡൈനോസർ സിറ്റി അല്ലേ, അപ്പോൾ പിന്നെ ഡൈനോസർസിൻ്റെ പടം ഇല്ലെങ്കിൽ സമ്മതിക്കൂലല്ലോ അല്ലേ ഡ്രംഹല്ലർ. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. അതെ നമുക്ക് നടക്കാനൊക്കെ പോകാൻ പറ്റും. അതിലേ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടൊക്കെ കയറി നടക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക്. നല്ല രസമുണ്ട്. ഡൈനോസർ കയറി നടന്ന സ്ഥലത്തെ കൂടി ഗൈസ് നമ്മൾ നടക്കാൻ പോകുന്നത്. വാ റൈറ്റ്. കാര്യം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, പക്ഷെ ആ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഡൈനോസർ നടന്ന സ്ഥലത്തേക്കൂടെ നമുക്കും നടക്കാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഡ്രംഹല്ലറിനെ പറ്റിയും ഈ ഒരു ഹൂഡോസിനെ പറ്റിയൊക്കെ വല്ലതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സത്യം. സത്യം പറഞ്ഞാൽ ഇനി എൻ്റെ അനിയത്തിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥകൾ മുഴുവൻ എനിക്ക് പഠിക്കാൻ, അത് വേറെ കാര്യം. എന്നാലും നല്ല രസമുണ്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരിതേ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി എൻജോയ് ചെയ്യണം. പിന്നെ ഇത് മരുഭൂമി അല്ല കേട്ടോ, പക്ഷെ മരുഭൂമിയായിട്ട് ഇത് അറിയപ്പെടാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മഴ പെയ്യുന്നത് വളരെ റെയറാ പോലും. ഇവിടെ നനയത്തില്ല, ഈ ഭൂമി നനയത്തില്ല അത്രേ. ഈ ഭൂമി മഴ പെയ്താലും പൊടിയത്തേക്കുള്ളൂ, ഇങ്ങനെ നനഞ്ഞ്
വരില്ല എന്നാണ് കേട്ടറിവ്. ഇതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷേ ആ ഒരു അറിവ് വെച്ചും കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഓക്കെ, എനിവേസ് ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഇത്രയൊക്കെ മതി. Kudos to me. ഞങ്ങൾ അങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. ഇനിയും മേളിലേക്ക് പോകാനുള്ള ധൈര്യമില്ല. നമ്മൾ അത്രയും ഇറങ്ങണ്ടേ, ആ ഒരു ഇതില്ലാത്തത് കൊണ്ട്, സ്ലിപ്പായ പണിയാവുന്നതുകൊണ്ടും പിള്ളേരുള്ളത് കൊണ്ടും തൽക്കാലം ഞങ്ങൾ ഇത്രയും മേളിൽ കയറാൻ മതിയാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ അത്ര വിശ്വസനീയമല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് പോകാൻ പോവാണ്. വൈകുന്നേരം 6:15 പക്ഷെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ഇത്രയും വെയിൽ കൊണ്ടാൽ മതി, നല്ല തലവേദന, മൈഗ്രെയിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളത്. എനിവേസ് സോ ഹാപ്പി ദാറ്റ് വി ആർ ഹിയർ. അല്ലേ ചായ? സോ ഹാപ്പി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു ഹൂഡോസിൽ വെച്ചും കൊണ്ട് തന്നെ ഞാൻ സൈൻ ഓഫ് പറയുകയാണ്. ഇച്ചാൻ വരുന്നോ സൈൻ ഓഫിന്? ഓക്കെ, ഹൂഡോസിൽ വെച്ച് തന്നെ നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഔട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ. See you next vlog. വീണ്ടും അഹങ്കാരത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് മേളിലേക്ക് വീണ്ടും കയറാൻ നോക്കിയപ്പോ ഇറങ്ങാൻ പറ്റുള്ള ഞാനും കൊച്ചു ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. അങ്ങനെ പോ ചേട്ടൻ പോണോ? അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഞങ്ങള് ഫൈനലി പകുതി ഇറങ്ങി. എന്തിനാ ഹോൾഡ് ചെയ്യണേ? നെറുകയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പകുതി ഇറങ്ങി. ഇനി ഞങ്ങൾ ബാക്കി ഇറങ്ങാൻ ട്രൈ ചെയ്യാണ്. ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫ് ആയത് റോയിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. അമ്മേ വലിയ ഫാഷൻ ഷോ കാണിച്ചതാ. I can do that easily. ആ പെണ്ണ് ഇതിലെ പോയി. അവളുടെ അഹങ്കാരം നോക്ക്. Wait, I want to go with her.